പങ്കുവച്ചു. പ്രമുഖ ആങ്കർ വീണ മുകുന്ദൻ. പെൺകുഞ്ഞാണ് വീണയ്ക്ക് ജനിച്ചത്. കുഞ്ഞു പിറന്നതിന്റെ അനുഭവങ്ങൾ വീണ തന്നെ തന്റെ വ്ലോഗിലൂടെ പങ്കുവെക്കുന്നു. ഒക്ടോബർ 2-നാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സെപ്റ്റംബർ 26-ന് ഡെലിവറി കഴിഞ്ഞുകയായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട്. ലേബർ റൂമിലേക്ക് പോകുന്നത് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഡ്രസ് മാറ്റി ഓക്സിജൻ മാസ്ക് മാറ്റി സ്ട്രക്ചറിലേക്ക് കിടത്തുമ്പോൾ ഇലക്ടീവ് സി സെക്ഷൻ ആയിരുന്നു എനിക്ക്. ഈ കാര്യം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാത്തതായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കമൻസുകൾ എനിക്ക് വന്നു. നോർമൽ ഡെലിവറിയോടെ മാത്രമേ ഒരു അമ്മ എന്ന ഫീലിംഗ് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് വീണ പറഞ്ഞു. എപ്പിഡ്യൂറലാണ് ഞാൻ ചൂസ് ചെയ്തത്. നട്ടെല്ലിലൂടെ ഒരു ഇഞ്ചക്ഷൻ തരും, അതോടെ കിളി പറക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേദന സഹിക്കാൻ തീരെ പറ്റാത്ത ആളാണ് ഈ പറയുന്നത്. ആ ഇഞ്ചക്ഷൻ തന്നാൽ ഈ ഭാഗം തൊട്ട് താഴേക്ക് മറ വെച്ചു പോവും എന്ന്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആരെയും കയറ്റിയില്ലെങ്കിലും വീഡിയോ എടുക്കാൻ പ്രത്യേക പെർമിഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഹരിതയാണ് വീഡിയോ എടുത്തത്. നമുക്കറിയാവുന്ന ആൾ അടുത്ത് നിൽക്കുന്നത് ആത്മവിശ്വാസം നൽകും. എനിക്ക് ചെറുതായി മയക്കം വന്നു. വീണ എല്ലാം ഓക്കെ ആണ്. വയറിന് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ വേദനയില്ല. ഓപ്പറേഷൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ BP കൂടി. അറ്റാക്ക് വന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും മരവിച്ച അവസ്ഥയാണ്. എൻ്റെ മനസ്സിൽ എവിടെയോ ഇതൊരു ആൺകുട്ടിയാണെന്ന ശക്തമായ ബോധം കിടക്കുകയാണ്. പെൺകുട്ടിക്ക് വേണ്ടി ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പകുതി ബോധത്തിൽ കിടക്കുമ്പോൾ വീണ മോളാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഭയങ്കരമായി കരഞ്ഞു. എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വീണ പറയുന്നു, എപ്പോഴും ഇഞ്ചക്ട് ചെയ്തതിനാൽ താൻ വേദന അറിഞ്ഞില്ലെന്നും വീണ പറയുന്നുണ്ട്. ഇത്തരം സ്വകാര്യ കാര്യങ്ങൾ എന്തിന് വീഡിയോയിൽ പങ്കുവെക്കുന്നു എന്ന ചോദ്യത്തിനും വീണ മറുപടി നൽകി. ലോകത്തിലെ ആദ്യ പ്രസവമാണോ, വേറെ ആരും പ്രസവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ലോകത്തിലെ എൻ്റെ ആദ്യത്തെ പ്രസവമാണ്. ഞാൻ ഇതിനു മുമ്പ് പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഈ വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെ സാധിച്ചു അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൂടെ പോകുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നതെന്നും വീണ വ്യക്തമാക്കി. നിങ്ങൾക്ക് വീണയെ ഇഷ്ടമാണ്, വീണ സ്റ്റുഡൻസ് ആണെന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.